നമ്മൾ കാണുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതിനകത്തൊരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ഈ ഡീപ്പ് സ്റ്റേറ്റാണ് നമ്മൾ കാണുന്ന ഭരണകൂടത്തിനകത്ത് കാര്യങ്ങൾ നിശ്ചയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഈ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായി ഞാൻ പണ്ട് പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വക്കം ഖാദർ എന്ന് പറയുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്യാവുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് വക്കം ഖാദർ. ഈ വക്കം ഖാദറിനെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്ര പാഠപുസ്തകത്തിലോ അത്തരം ഒരു സംഗതിയിലോ ഒരു വരി, ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, ഒരു ചാപ്റ്റർ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞൊരു 10-25 വർഷക്കാലമായി പ്രവർത്തിക്കുന്നത് ആറ്റിങ്ങലിലെ വക്കത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരായ ആദർശശുദ്ധിയുള്ള നല്ല കലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് ആളുകളാണ്. അവർ അധ്വാനിക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അതിൽ കടന്നു കയറാനേ പറ്റിയിട്ടില്ല. അത് പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മന്ത്രി സമ്മതിച്ചാലും വകുപ്പ് സമ്മതിച്ചാലും എന്ത് സമ്മതിച്ചാലും അതിനകത്തൊരു കരിക്കുലം തീരുമാനിക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റിന് ഈ പറഞ്ഞ വക്കം ഖാദറിനെ യോജിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് കയറുള്ളൂ. അങ്ങനെ യോജിക്കാൻ കഴിഞ്ഞാൽ പലതും കയറും, പലതും പുറത്തിറങ്ങും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ താല്പര്യപ്രകാരം നമ്മുടെ CBSE ഒക്കെ മുഗൾ ചരിത്രം വാരി ദൂരോട്ട് കളയുന്നു, അതിന് പകരം ശിവജിയുടെ ചരിത്രം കയറ്റുന്നു. ഇതൊക്കെ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഒരുപാട് ന്യായം വരും. ഞാനിപ്പോൾ ഇത് ചിന്തിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ശശികലയുടെ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞ ദിവസം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ SYSകാർ നൽകുന്ന സേവനം അവസാനിപ്പിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശശികലയുടെ പോസ്റ്റ്. നമ്മളിൽ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അത്താഴം മുടക്കാൻ ഏത് നീർക്കോലിക്കും കഴിയും, പക്ഷേ കുറച്ച് പേർക്ക് അത്താഴം നൽകാൻ നീർക്കോലിക്ക് സാധ്യമാവില്ല. ശശികലയ്ക്ക് ഇന്നത്തെ കേരളത്തിലെ ഡീപ്പ് സ്റ്റേറ്റ് സംവിധാനത്തിൽ എന്ത് കാര്യവും സാധിക്കാൻ എളുപ്പം നടക്കും. കേസിൻ്റെ കാര്യത്തിലായാലും അറസ്റ്റിൻ്റെ കാര്യത്തിലായാലും പോലീസ് ഇടപെടലിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ദേ ഈ സംഗതിയുടെ കാര്യത്തിലായാലും എന്താ സംഭവം? ഈ സംഭവം വളരെ നിസ്സാരമാണ്. ഹിന്ദു ഐക്യവേദി കൊടുത്ത പരാതിയിൽ പറയുന്നത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുപോകുന്ന രോഗികൾക്ക് നൽകുന്ന വസ്ത്രം, അതിൻ്റെ ബാക്കിയുള്ള സംഗതികൾ വാങ്ങിക്കൊടുക്കുന്നത് SYS എന്ന് പറയുന്ന സംഘടനയാണ്. അവരെന്തിനാണ് കൊടുക്കുന്നത്? അവർക്ക് 2 ഉദ്ദേശങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലുള്ളത്. ഉദ്ദേശം 1, ഇത് വലിയ പുണ്യമായ ഒരു കർമ്മമായി ഈ മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ അവസാനത്തെ വസ്ത്രവും സാധനങ്ങളും വാങ്ങുന്നത് ആരാണ്? ഉടനെ ചിലപ്പോൾ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അവർ വാങ്ങാമെന്ന് പറയും. ചിലർ ഓടിപ്പോയി അങ്ങ് വാങ്ങും, ചോദിക്കാൻ പോലും നിൽക്കില്ല. കാരണം ഒരാൾക്ക് നമ്മൾ അവസാനമായി നൽകുന്ന വസ്ത്രമാണ്. അയാൾ എത്രത്തോളം വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവസാനമായി നൽകുന്ന വസ്ത്രമാണ്. ഇപ്പോൾ ചിലപ്പം ശശികല ചേച്ചി, നമ്മൾ വേറൊന്നും കൊണ്ട് പറയല്ല, ഒരുപക്ഷെ ആരുടെ വസ്ത്രം ധരിച്ചാണ് അവസാന യാത്രയാകാൻ പോകുന്നതെന്ന് ഉടയതമ്പുരാന് മാത്രമേ അറിയൂ. നമ്മുടെ നാട്ടിൽ എന്തും സംഭവിക്കാമല്ലോ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒരു ഭൂകമ്പമോ ഒരു ഭൂമി കുലുക്കമോ എന്തെങ്കിലും ഉണ്ടായാൽ ആർക്കാണ് വസ്ത്രം വാങ്ങുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കാണ് അറിയാൻ കഴിയുക? എൻ്റെ നാട്ടിൽ വലിയ ഒരു സമ്പന്നനായ ഒരു ഡോക്ടർ മരണപ്പെട്ടു. ആ ഡോക്ടർ മരണപ്പെട്ടപ്പോൾ അന്നേരം പുതയ്ക്കാനൊരു വസ്ത്രം വേണം, തുണി വേണം. അവിടെ നിന്നവരെല്ലാം ഒരു തുണി വാങ്ങിക്കാൻ പറഞ്ഞു. വളരെ ചെറിയ പ്രായത്തിലാണ് മരിക്കുന്നത്, അപകടത്തിലാണ് മരിക്കുന്നത്. എല്ലാ ബന്ധുക്കളും അടുത്തുണ്ട്, ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, മരിച്ചു എന്ന് വിശ്വസിക്കാനാവാതെ. അപ്പോൾ പെട്ടെന്നൊരു തുണി വന്നു. ആ തുണി കൊണ്ടുവന്ന് ഇതിനെ മൂടി. അതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, നല്ല സൂക്ഷ്മതയുള്ള നല്ല വിശ്വാസിയായ ഒരു മനുഷ്യൻ, ആരാണിത് വാങ്ങിയത് എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ബന്ധുക്കൾ ആരുമല്ല. അപ്പോൾ ആരാ വാങ്ങിയത്? ആ ആശുപത്രിയുടെ മുന്നിൽ ഭിക്ഷയ്ക്കായിരിക്കുന്ന ഒരാൾ ഈ അപകടം കണ്ട് ഓടി അകത്തേക്ക് വന്നപ്പോൾ ഇത് വാങ്ങാൻ കേട്ടപ്പോൾ പുള്ളി ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. കാരണം പുള്ളി അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അവിടെയുള്ള കടകളൊക്കെ അറിയാം. പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇയാൾ ഈ കാശ് അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ വാങ്ങിച്ച മനുഷ്യൻ കൊടുത്ത മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ? സാർ, ഞാനൊരു പിച്ചക്കാരനാണ്, ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ആളാണ്. പക്ഷേ ആ ഭിക്ഷയുടെ ഞാൻ വാങ്ങുന്ന കാശ് കൈനീട്ടി വാങ്ങുന്നത്, മോഷ്ടിച്ചൊന്നുമല്ല വാങ്ങുന്നത്, അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ ഞാൻ വിനിയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അത് ഞാൻ തിരിച്ചെനിക്ക് തരരുത്. ഞാൻ നാളെ ഭിക്ഷക്കാരനായി അങ്ങയുടെ വീടിൻ്റെ അവിടെ വരുമ്പോൾ അങ്ങ് മനസ്സ് നിറഞ്ഞ് എനിക്ക് തന്നോളൂ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോളൂ. പക്ഷേ ഇത് വാങ്ങാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. ആ ഭിക്ഷക്കാരൻ എത്രയോ മുകളിലാണ് ഈ ശശികലയേക്കാൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിയിട്ട് ഞങ്ങൾ വാങ്ങിത്തരാം
എന്ന് പറയാൻ തയ്യാറുണ്ടോ? എന്ന് മാത്രമല്ല, അതിൽ ശശികല പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് ജിഹാദികളും മറ്റൊരുള്ള ഏർപ്പാടാണെങ്കിൽ കേരളത്തിലെ ഈ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും കഴിയുന്ന 10, 80, 90% വരുന്ന ശശികലയെ അവകാശപ്പെടുന്ന യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളൊന്നും അല്ല ശശികലയൊന്നും. ഈ ഹിന്ദുമത വിശ്വാസികളായ അമ്മമാരെയും അച്ഛന്മാർക്കും വേണ്ടി ധനസഹായം നൽകുന്നതിൽ 90% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് നൽകുന്നത്. അതുകൂടി നിർത്താൻ പറഞ്ഞുകൂടെ? MA യൂസുഫ് അലി എത്ര കോടി രൂപയാണ് ഗാന്ധി ഭവന് കൊടുക്കുന്നത് ഓരോ വർഷവും? എത്രയാണ് കൊടുത്തിട്ടുള്ളത്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുതുകാടിന് കൊടുക്കുന്ന എത്ര കോടിയാണ്? അതെന്തെങ്കിലും ജാതിയും മതവും വെച്ചാണോ കൊടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശവപ്പറമ്പിലും മോർച്ചറിയിലും മരിച്ചവരുടെ ഇടയിലും ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം പറഞ്ഞത് കണ്ടില്ലേ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ? സെമിത്തേരിയിൽ കബറടക്കിയ ജഡങ്ങൾ തുരന്നെടുത്ത് കത്തിച്ച് കളയുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യരല്ലല്ലോ നിങ്ങൾ. അത് ശരിയാണ്, നിങ്ങളോട് സംസാരിച്ചിട്ട് എന്തിനാണ്? മനുഷ്യരോടല്ലേ സംസാരിക്കാൻ പറ്റൂ.